ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒ പിയിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് പെയിൻലെസ് ലേബറിനെ കുറിച്ച്. അതായത് വേദനയില്ലാതെ പ്രസവിക്കുന്നതിനെക്കുറിച്ച്. എപ്പിഡ്യൂറൽ അനാൾജസിയ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് എപ്പിഡ്യൂറൽ അനാൾജസിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആർക്കൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, എല്ലാ സ്ത്രീകൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുമോ, എന്താണ് അതിൻ്റെ ദൂഷ്യവശങ്ങൾ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ആദ്യമേ തന്നെ പറയാം, ഈ പെയിൻലെസ് ലേബർ എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അത് നമുക്ക് ആ പ്രസവവേദന അനുഭവിക്കാതെ തന്നെ നമുക്ക് നോർമലായിട്ട് ഡെലിവറി ആവാനുള്ള ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന എപ്പിഡ്യൂറൽ അനാൾജസിയ എന്ന് പറയുന്നത്. എന്താണ് ഈ എപ്പിഡ്യൂറൽ അനാൾജസിയ? അതായത് നമ്മുടെ നടുവിൻ്റെ പോർഷനിൽ ഒരു എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് നമ്മൾ ഒരു ലോക്കൽ അനസ്തെറ്റിക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഒരു കാനുല കണക്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് ഉള്ള ഇൻ്റർവെൽസിൽ നമ്മൾ ഡ്രഗ് ഡോസ്, ഒരു ഡെഫിനിറ്റ് ഡോസ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതൊരിക്കലും യൂട്രസിൻ്റെ ഗർഭപാത്രത്തിൻ്റെ കൺട്രാക്ഷൻസിനെ ബ്ലോക്ക് ചെയ്യില്ല, പക്ഷേ വേദന മാത്രം അറിയാതെ ഇരിക്കും. അപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് പേഷ്യൻറ്റിന്, ഇപ്പോൾ ഒരു പ്രൊലോങ്ഡ് ലേബർ ആണെങ്കിൽ കുറച്ചധികം സമയം ആ പെയിൻ വന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ടൈമിൽ, അതായത് 2 hours 3 hours ചിലപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസീസ് ഒന്നും ഡെലിവറി ആവില്ല, ഒരുപാട് ടൈം എടുത്തായിരിക്കും പ്രസവിക്കുന്നത്. അപ്പോൾ അത്രയും സമയവും ആ പേഷ്യൻറ്റിന് വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും മെറ്റേണൽ ഹാർട്ട് ബീറ്റും എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. പിന്നെ പലരും ചോദിക്കുന്നതാണ്, ഇത് കഴിഞ്ഞാൽ എപ്പിഡ്യൂറൽ അനാൾജസിയ എടുക്കുന്നത് കൊണ്ട് സിസേറിയൻ്റെ റേറ്റ് കൂടുമോ എന്നുള്ളത്. ഒരിക്കലും ഈ സിസേറിയൻ്റെ റേറ്റും എപ്പിഡ്യൂറൽ അനാൾജസിയ ഉപയോഗിച്ചിട്ട് കൂടുന്നു എന്നുള്ളതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സിസേറിയൻ്റെ ചെയ്യാനുള്ളതിന് വേറെ റീസൺസ് ഉണ്ടാവും. എപ്പിഡ്യൂറൽ അനാൾജസിയ അത് വേറൊരു പാർട്ടാണ്. അത് രണ്ടും തമ്മിൽ യാതൊരു ലിങ്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എപ്പിഡ്യൂറൽ അനാൾജസിയ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഫുൾ ഡയലറ്റേഷൻ, സെർവിക്സ് ഫുൾ ഡയലറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ ഈ ബെയറിംഗ് ഡൗൺ എഫേർട്ട് എന്ന് നമ്മൾ പറയും, മെറ്റേണൽ സൈഡിൽ നിന്നുള്ള താഴേക്കുള്ള പുഷ് അത് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി, അതായത് ഫോർസെപ്സ്, വാക്യൂം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ചിലപ്പോൾ നമ്മൾ ഇടേണ്ടതായിട്ട് കാണാറുണ്ട്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു, എപ്പിഡ്യൂറൽ അനാൾജസിയ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്? ഒരു ആക്റ്റീവ് ലേബറിലേക്ക് കയറി കഴിഞ്ഞിട്ട്, അതായത് ഒരു 4 സെൻറ്റിമീറ്റർ, ഇപ്പോൾ സെർവിക്സിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരു ഒട്ടും വികസനം ആവാതിരിക്കുന്നിടം തൊട്ട് ഒരു 10 സെൻറ്റിമീറ്റർ വരെയാണ് സെർവിക്സിൻ്റെ ഡയലറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ആക്റ്റീവ് ലേബറിലേക്ക് കയറുക എന്ന് പറയുന്നത് ഒരു 4 സെൻറ്റിമീറ്ററിന് മുകളിലാണ്. ആ 4 സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് ഡയലറ്റേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എപ്പിഡ്യൂറൽ അനാൾജസിയ കൊടുക്കാവുന്നതാണ്. എപ്പിഡ്യൂറൽ അനാൾജസിയ കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു എക്സ്പേർട്ട് അനസ്തെറ്റിസ്റ്റ്, അതിനോടൊപ്പം തന്നെ അവരുടെ OT ടെക്നീഷ്യൻ, അനസ്തേഷ്യ ടെക്നീഷ്യൻ, എല്ലാവരുടെയും, ഗൈനക്കോളജിസ്റ്റിൻ്റെയും നമ്മുടെ സ്റ്റാഫ് നഴ്സ്, എല്ലാവരുടെയും കൂടെയുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അതിന് ആവശ്യമാണ്.